കളക്ടർമാർ ഈ സർ നമസ്കാരം സർ ഇല്ല. അപ്പൊ ആ കാര്യത്തിൽ ഒരു പ്രത്യേക പ്രസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. തിരുവനന്തപുരത്തിലെ ഫുൾ ഫിഗേഴ്സ് ഏകോപനം ആവശ്യമായ ഓഗസ്റ്റ് 3 വരെ നമ്മൾ ഇനി ജില്ലാ കളക്ടർമാരുടെ യോഗം നമ്മുടെ STMയുടെ മെമ്പർ സെക്രട്ടറിയും അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് 14 ജില്ലയിലെയും കളക്ടർമാരുടെ അടിയന്തര യോഗം പ്രത്യേകിച്ച ഒരു സാഹചര്യത്തിൽ വിളിച്ചു ചേർക്കുക എന്നുള്ള നടപടി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു യോഗം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉച്ചയ്ക്ക് ഉള്ള പ്രഖ്യാപനം അനുസരിച്ച് കോഴിക്കോടും കണ്ണൂരും റെഡ് അലർട്ടും, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ വരെ തുടരുന്ന മൺസൂൺ നല്ലതുപോലെ മഴ പെയ്യും എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അറിവനുസരിച്ച് നിലവിലെ ന്യൂനമർദ്ദം ദുർബലമാകും നാളത്തോടു കൂടി എന്ന് പറയുമ്പോഴും ആ ന്യൂനമർദ്ദം ദുർബലമായതിനു ശേഷം ജൂലൈ 19 വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയാണിപ്പോൾ പ്രവചിക്കപ്പെടുന്നത്. തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വടക്കൻ കേരളം തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. കേരളത്തിൻ്റെ തീരത്ത് ശക്തിയേറിയ കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. ജൂലൈ 19 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുമ്പോൾ പ്രധാനമായും തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള വടക്കൻ കേരളത്തിലും അതിനു പുറമെ ഇടുക്കിയിലുമായിരിക്കും ഇതിൻ്റെ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക എന്നാണിപ്പോൾ ലഭ്യമാകുന്ന പ്രവചനം. ഇതിൻ്റെ ഫലമായിട്ട് ഈ സമയത്ത് തന്നെ അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തന്നെ തുടരാനും കേരളത്തിൽ അതുകൊണ്ട് തന്നെ വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പ് പറയുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തിയാർജിച്ച് വടക്കോട്ട് സഞ്ചരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ള ഒരു പൊതുപ്രവചനത്തിനാണ് അവർ ശാസ്ത്രീയമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് ആഗസ്റ്റ് 3 വരെ ഏറ്റക്കുറച്ചിലുകളോടെ തുടരാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണാനുള്ളത്. IITM പൂനെയുടെ ആഴ്ച തിരിച്ചിട്ടുള്ള മഴ പ്രവചനത്തിൽ അടുത്ത 2 ആഴ്ച കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ സാധാരണയിൽ കൂടുതലുള്ള മഴ ലഭിക്കും എന്നുള്ള അറിയിപ്പാണിപ്പോൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 19 രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദത്തിൻ്റെ കൂടി സാധ്യതയിൽ ആഗസ്റ്റ് 3 വരെ പൊതുജനങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട പൊതുപ്രശ്നങ്ങളാണ് ഇന്ന് കളക്ടർമാരുടെ യോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു സവിശേഷ ദുരന്തമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ കാറ്റാണ്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ചില്ലകളൊടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ള മുങ്ങിമരണങ്ങൾ ആയിരുന്നു കൂടുതലുണ്ടായതെങ്കിൽ ആ മുങ്ങിമരണങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ കാറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പ്രശ്നം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിൽ അപകടകരമായിട്ടുള്ള മരങ്ങൾ, ചില്ലകളും മാടി ഒതുക്കി വൃത്തിയാക്കി വെക്കേണ്ട ചുമതലകൾ വീട്ടുകാർ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകടാവസ്ഥയിലുള്ള പൊതുമരങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി അതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കാണിച്ചുകൊണ്ട് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ശ്രദ്ധയോടെ പരിശോധിച്ച് അത് മാറ്റാനുള്ള നടപടി നടത്തേണ്ടതുണ്ട്. എവിടെയെങ്കിലും മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെങ്കിൽ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ 238 ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് തന്നെ ആ കാര്യങ്ങൾ ആവശ്യമായ നടപടിയെടുക്കാൻ കഴിയും എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചിരുന്നു. പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിലും മഴയത്തും മറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പൊതുനിരത്തിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അഴിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ബലപ്പെടുത്തുകയോ ചെയ്യാനുള്ള നടപടി അടിയന്തരമായിട്ടെടുക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓലമേഞ്ഞതും ഷീറ്റ് പാകിയതുമായിട്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ
മുന്നറിയിപ്പ് വരുന്ന ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഉള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണം. അതനുസരിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ അങ്ങനെ വന്നാൽ ഒരുക്കാൻ കഴിയുന്ന വിധത്തിൽ ക്യാമ്പുകളായും മറ്റ് സൗകര്യങ്ങളുമായും ഒരുക്കാൻ സർക്കാർ എല്ലാ വിധത്തിലുള്ള പരിശ്രമവും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പൊതു ധാരണ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിൽ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള DOCയും TOCയും 24 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ആണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ ഇലക്ട്രിസിറ്റി വകുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നുണ്ട്. അവരുടെ എല്ലാ സേവനങ്ങളും ആ വിധത്തിൽ ലഭ്യമാകണം. KSEB ഇപ്പോൾ 1912 എന്നൊരു കൺട്രോൾ റൂം നമ്പർ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂം 1077 1077. ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വളരെ ഗൗരവമായിട്ട് ലഭ്യമാകുന്ന വിവരം അപ്പം തന്നെ അറിയിക്കുക. കരാർ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടി വീഴുകയോ കമ്പി പൊട്ടി വീഴുകയോ ചെയ്ത സംഭവങ്ങളുണ്ടെങ്കിൽ ഈ തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും ഒഴിയുന്ന ഘട്ടത്തിൽ അതിവേഗം ഈ കാര്യങ്ങൾ നടത്തുകയും വേണം. KSEB ജീവനക്കാരോട് ജനങ്ങൾ സഹകരിക്കണം. ധാരാളമായ കോളുകൾ വരുന്നത് കൊണ്ട് ചില പ്രയാസങ്ങൾ ചിലപ്പോൾ KSEB ഓഫീസുകളിലൊക്കെ ഉണ്ടാകും. അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ജനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നല്ല സഹായം ഉണ്ടാകണം. രാവിലത്തെ നടത്തക്കാർ, അതുപോലെ തന്നെ ഈ പത്രം പാല് വിതരണക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങളിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ മഴയും ഇടിവെട്ടും കാറ്റുമൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ പ്രഭാത സവാരി ഒഴിവാക്കിയാലും പ്രയാസമില്ല. ആരെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൺട്രോൾ റൂമുകളിൽ അറിയിക്കാനും ഒരു ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ, കൃഷിയിടങ്ങളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകൾ, ഇതൊക്കെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നദികൾ, കായലുകൾ, ജലാശയങ്ങൾ, ചാലുകൾ അവിടെ കുളിക്കുക, വിനോദസഞ്ചാരത്തിനാണെന്നുള്ള പേരിലാണെങ്കിൽ പോലും ജലക്രീഡകൾ ഒഴിവാക്കുക, ഏതെങ്കിലും വിധത്തിലുള്ള മത്സരം വയ്ക്കുക, പന്തയം വയ്ക്കുക, പ്രത്യേകിച്ച് സ്കൂളുകൾ മുടക്കാവുന്ന ഘട്ടത്തിൽ കുട്ടികൾ അവിടെയൊക്കെ പോകാൻ ഇടവരുത്തുക, ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. അത് നല്ല ഗൗരവമായ ശ്രദ്ധയുണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കാറ്റത്തും മഴയത്തും ഒരു പ്രധാനമായി കാണുന്നൊരു പ്രശ്നം ലാൻഡ് സ്ലൈഡുകൾ, ഉരുൾപൊട്ടലുകൾ. അതാണ് ഇത്തവണത്തെ ഈ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം. അതിനൊരു കാരണം കഴിഞ്ഞ മെയ് മാസം ഏതാണ്ട് 4-ാം തീയതി മുതൽ തുടർച്ചയായിട്ട് മഴയാണ്. വളരെ ചെറിയ ദിവസങ്ങളിൽ മാത്രമേ ഇത് ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. അപ്പോൾ പലയിടത്തും മണ്ണ് കുഴയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാറ്റത്ത് മുകളിലുള്ള മരങ്ങൾ വീഴുന്നു. അപ്പം നേരത്തെ നമ്മൾ പുത്തൂരൊക്കെ കണ്ടതുപോലെ താഴത്തേക്ക് ജലാംശം പൊട്ടി വീണ മരങ്ങളിൽ നിന്ന് ഇറങ്ങും തോറും വളരെ അപകടകരമായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ കഴിയും വിധം നല്ല ശ്രദ്ധയോടുകൂടി ആ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകണം. രാത്രി യാത്ര ആവശ്യമായ എല്ലാ ഘട്ടത്തിലും ഒഴിവാക്കാൻ കളക്ടർമാർക്ക് പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. പേടി തോന്നുന്ന സ്ഥലങ്ങളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒഴികെയുള്ള ബാക്കി സംഭവങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ടാകണം. കടൽ ഈ ദിവസങ്ങളിലൊക്കെ പ്രക്ഷുബ്ധമായിരിക്കും. അതുകൊണ്ട് കടൽ തീരങ്ങളിലെ വിനോദസഞ്ചാരം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ശ്രമമാണ് നടത്തേണ്ടത്. പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ പണി നടക്കുന്ന ഒരു ഘട്ടമുണ്ട്, ദേശീയ ഹൈവേ പ്രത്യേകിച്ചും. അതുകൊണ്ട് ദേശീയ ഹൈവേ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റോഡുകളിലെല്ലാം ഡൈവർഷനുകൾ ക്ലിയറാണോ, അതുപോലെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ, ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാരുണ്ടോ, വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടോ എന്ന് കളക്ടർമാർ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിട്ടു പരിശോധിപ്പിക്കാൻ ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. ചില ജില്ലകളുടെ കാര്യം പ്രത്യേകമായിട്ട് അവിടെ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ, മണ്ണെടുപ്പുണ്ടായ സ്ഥലങ്ങളിൽ ചില പുതിയ ഹോട്ട്സ്പോട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ തന്നെ തളിപ്പറമ്പ്, കേളകം, കണിച്ചാർ പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ മണ്ണെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഈ ലാൻഡ് സ്ലൈഡ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുമോ എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പാടി ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കേന്ദ്രമാണ്. ഇവിടെ പോലീസിൻ്റെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ
ടീമിനെ തന്നെ ഡിപ്ലോയ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നടത്തണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. വയനാട്ടിൽ തന്നെ പടിഞ്ഞാറൻ വയനാട് പ്രത്യേക ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. തൃശ്ശൂരിൽ വിള്ളൽ വന്നു നിൽക്കുന്ന എന്ന് നേരത്തെ ഓറഞ്ച് ബുക്കിൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടാകണം. പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലെ റോഡ് പണിയുന്ന സ്ഥലങ്ങളിൽ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്ന സ്ഥലങ്ങളുള്ളതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി കൂടിച്ചേർന്നുകൊണ്ട് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ശ്രദ്ധയോടുകൂടി സ്കൂള് അവധി കൊടുക്കേണ്ടി വന്നാൽ അവധി കൊടുക്കുക തന്നെയാണ് നല്ലത്. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്ര അധ്യയന ദിവസങ്ങൾ നിർബന്ധമായും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ബാധകമാകുന്നുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടൊന്ന് കൂടിയാലോചിച്ച് ഓൺലൈൻ ഉപയോഗിക്കേണ്ടി വന്നാൽ അങ്ങനെ ഉപയോഗിക്കാം. കാരണം ഇത് തുടർച്ചയായി വരാനുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മരം മുറിക്കലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം നേരത്തെ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത യോഗത്തിൽ ചർച്ചയ്ക്കിടയായി. അതിൻ്റെ വാല്യുവേഷന് ശേഷം പിന്നെ അതുമായി ബന്ധപ്പെട്ട് ടെൻഡറിൽ ആളുകൾ എടുക്കുന്നില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഇതിനൊന്നും ഇപ്പോൾ കാത്തിരിക്കാനുള്ള സാഹചര്യമില്ല. നമുക്ക് വില്ലേജ് ഓഫീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഫോറസ്റ്റിൻ്റെയും പ്രതിനിധികൾ അടങ്ങുന്നൊരു സംഘം അങ്ങനെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഏതെങ്കിലും കണ്ടാൽ അത് പരിശോധിച്ച് അടിയന്തരമായി കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്താൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം അവിടെ ആ മരം മുറിക്കാനുള്ള ഉത്തരവ് കൊടുക്കാം. മരം മുറിക്കാൻ പണം വരാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും അനുവദിച്ചിട്ടുള്ള 1 കോടി രൂപയിൽ നിന്ന് 1 കോടി രൂപ എല്ലാ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണത്തിൽ. അതിൽ നിന്ന് ആവശ്യമായ സംഖ്യ പ്രത്യേകമായ കാര്യത്തിന് രേഖപ്പെടുത്തി ചെലവഴിക്കുന്നത് കൊണ്ട് പ്രയാസമില്ല. അതുപോലെ തന്നെ എല്ലാ വില്ലേജുകളിലേക്കും 25,000 രൂപ പ്രാഥമികമായി ചെലവുകൾക്ക് വേണ്ടി നൽകാൻ പ്രത്യേകമായ നിർദ്ദേശം പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. അതും ഈ പണത്തിൽ നിന്നെടുത്ത് ചെലവാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എല്ലാ സംവിധാനങ്ങളും നല്ലതുപോലെ ഒരുക്കിയിട്ടുണ്ട്. അവർ വളരെ ത്യാഗനിർഭരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിന് പുറമെ NDRFൻ്റെ 9 ടീം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ഈ ജില്ലകളിലാണിപ്പോൾ NDRFൻ്റെ ടീമിനെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ DSCയുടെ 3 ടീം ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. ആർമിയുടെ 11 കോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 4 കോളം ഏത് ഘട്ടത്തിലും യാത്രയ്ക്ക് സജ്ജമാകുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് നൂറനാട് മാത്രമുള്ളൊരു പ്രത്യേകത ITBF അങ്ങനെ പറഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് അവരൊരു 200ഓളം പേര് നൂറനാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ നമുക്ക് ഈ കാര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. CRPFൻ്റെയും BSFൻ്റെയും CISFൻ്റെയും ആവശ്യത്തിന് സംഘവും നമുക്കുണ്ട്. വേണമെങ്കിൽ അവരെ ഉപയോഗിക്കാം. പക്ഷേ ഇതിന് പുറമെ ഏറ്റവും ബേസിക്കായി ദുരന്ത നിവാരണ ധാരണ പഞ്ചായത്തുകൾ ഉണ്ടാക്കിയൊരു സംസ്ഥാനം എന്ന നിലയിൽ RRTകളുടെ പ്രവർത്തനം, റാപ്പിഡ് റെസ്പോൺസിബിൾ ടീമിൻ്റെ പ്രവർത്തനം വീണ്ടും പഞ്ചായത്തുകൾ നല്ലതുപോലെ തയ്യാറാക്കി ചെറിയ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ അവരുടെ മേൽനോട്ടത്തിൽ നടക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് ഇതെല്ലാം പറയുമ്പോഴും 11 ക്യാമ്പുകളെ ആകെ വന്നിട്ടുള്ളൂ. ആ 14 ക്യാമ്പുകൾ ആ 14 ക്യാമ്പുകളെ ഈ നിമിഷം ഇപ്പോൾ ഡിസ്കഷൻ നടക്കുന്ന നേരം വരെയും സംസ്ഥാനത്തുള്ളൂ. ആ 14 ക്യാമ്പുകളിൽ 76 കുടുംബങ്ങളിലായി 224 പേരെ ഇപ്പോൾ ക്യാമ്പുകളിലുള്ളൂ. പക്ഷേ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ ക്യാമ്പുകൾ ആരംഭിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 11,937 സ്കൂളുകളിലായി 1,69,649 മുറികൾ നമുക്ക് ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ആരംഭിക്കാൻ സജ്ജമായിട്ടുണ്ട്. ടോട്ടൽ കൂട്ടുമ്പോൾ 13,57,000 ആളുകൾ വന്നാൽ പോലും നമുക്കവരെ കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല, എങ്കിലും ആ കാര്യത്തിൽ സജ്ജമാണ്. എല്ലാ ക്യാമ്പുകളുടെയും ചുമതലക്കാരായി ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കണം. വില്ലേജ് തലം വരെയുള്ള തലങ്ങളെടുത്ത് അവരുടെ കയ്യിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ വേണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള സൈക്ലോൺ ഷെൽട്ടറുകൾ 17 എണ്ണത്തിലായി 6,000 പേരെ വരെ താമസിപ്പിക്കാം. അതിന് പുറമെ 1,505 ഓഡിറ്റോറിയങ്ങൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇവാക്വേഷൻ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നടത്തണം എന്ന് നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ DOCയും 24 മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ സജ്ജമാണ്. റവന്യൂ വകുപ്പിൻ്റെ ജീവനക്കാരോട് നിർബന്ധമായും ഏതെങ്കിലും വിധത്തിൽ ഇനി അനാവശ്യ ലീവുകളോ യാത്രകളോ ഉണ്ടാകരുത്. എവിടെയാണോ അവരുടെ അധികാര പരിധി അവിടെ തന്നെ ക്യാമ്പ് ചെയ്യണം എന്നാണിപ്പോൾ
നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ എല്ലാവരും ക്യാമ്പ് ചെയ്ത് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. പൊതുവിൽ ഇന്ന് നാളത്തോടുകൂടി ഇപ്പോഴുള്ള ഈ മഴയുടെ ഒരു സമ്മർദ്ദം ഒഴിവാകുമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 19-ന് രംഗപ്രവേശം ചെയ്യുമെന്ന് നമ്മൾ ഭയക്കുന്ന വിധത്തിലുള്ള ഒരു ന്യൂനമർദ്ദ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും IITM പൂനെയുടെ നിർദ്ദേശമനുസരിച്ച് അവരുടെ പ്രവചനങ്ങളിൽ 2-3 ആഴ്ചക്കാലം തുടർച്ചയായി കേരളത്തിൽ മഴ തന്നെയാണ് പ്രവചിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആഗസ്റ്റ് 3 വരെ ഒരു തയ്യാറെടുപ്പ് അങ്ങനെ നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യത്തിൽ മാധ്യമങ്ങൾ നല്ലതുപോലെ സഹകരിക്കണം. ജില്ലാ കളക്ടർമാരോട് അതാത് ദിവസം അപ്ഡേഷൻ നടത്തണം, മാധ്യമങ്ങളെ അറിയിക്കണം, കൃത്യമായ വാർത്തകൾ നൽകണം. എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അത് പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും വളരെ അപകടകരമായ വിധത്തിൽ പഴയ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന നടപടികളുണ്ട്. കർശനമായ ഇടപെടൽ ഇതിനകത്ത് നടത്തണം. ചില നടപടികൾ എടുക്കാനും കളക്ടർമാർക്ക് അധികാരം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായ ഇത്തരം കാര്യങ്ങളിൽ എന്താ പറയുക, ഷെയറും അതുപോലെ തന്നെ ലൈക്കുമൊക്കെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചോ അറിയാതെയോ ഇങ്ങനെ ചെയ്യുന്ന നടപടികൾ ഒരു കുറ്റം തന്നെയായിട്ട് എടുക്കണം. അതിൽ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകണം. അതിഭീകരമായിട്ടുള്ള ഭീതി വേണ്ട, പക്ഷെ നല്ല ജാഗ്രത വേണം. മഴയൊക്കെ നടക്കുമ്പോൾ ഇത് കുറേ കണ്ടതാണെന്നുള്ള ധാരണയിൽ പുറത്തിറങ്ങി പോകണ്ട. അതുപോലെ തന്നെ പ്രളയഭീതി ഉണ്ടാകുന്നു, പ്രളയ പ്രവചനം നടക്കുന്നു എന്ന വിധത്തിലുള്ള അഭിപ്രായം ഇപ്പോൾ ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രവചനവും ഇതുവരെ ലഭ്യമായിട്ടില്ല.